പെട്ടെന്നൊരു കാര്യം കണ്ടിട്ടാണ് ഈ ഫോൺ സെഷൻ മൈൻഡ് ചെയ്യാനൊക്കെ അതുകൊണ്ട് നമുക്ക് ആരാണ് 2000 വർഷമായിട്ട് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിൽ എല്ലാ വർഷത്തെയും പശ്ചാത്തലത്തിലും ഈ മറ്റു നമുക്ക് ആരാണ് ഒരു കുഞ്ഞ് പ്രശ്നം 19 വയസ്സ് വരെ ഇങ്ങനെ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ആചാര്യൻ എന്ന് പറയുന്ന കാര്യത്തിലാണ് ഞാൻ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ യേശുവിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന വാക്കാണ് ഇതൊരു മിശിഹായെ വേണം. കാരണം 19 വയസ്സായിട്ട് എനിക്ക് നന്നായിട്ടായി നമ്മുടെ അറിവുകൾ നമ്മളെ രക്ഷിക്കുന്നില്ല. അത്യാവശ്യ കാര്യങ്ങളെ കുറിച്ചും കുറച്ച് വായനയൊക്കെ ഹാബിറ്റ് ഉള്ളത് കൊണ്ട് ഒരു ശ്രദ്ധ ഇഷ്ടപ്പെടുന്ന മനുഷ്യനായതുകൊണ്ട് എനിക്ക് ഇപ്പം തന്നെ ശ്രദ്ധ ഇപ്പം തന്നെ സഹായിക്കുന്നില്ല. ഇപ്പൊക്കെ ഡിപ്രഷൻ ഇഷ്യൂ ഉണ്ടായിരുന്നു, ഓൾറെഡി അത് സൂചിപ്പിച്ചു. അതുകൊണ്ട് നമുക്കൊരു ചെറിയ പേടിയുണ്ട്. അതിന് നിങ്ങൾക്ക് ഒരു ചായ മീൻസ് നമുക്കുണ്ടാവുന്നൊക്കെ പറയുന്നിട്ട് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ പോയ സമയം തൊട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യം ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു ലേഖനം എന്ന നിലയിൽ എനിക്കതിനകത്തൊരു അറിവുണ്ട്. ഞാൻ പഠിച്ച മനുഷ്യ നിലയില്ല, വായിക്കുന്ന മനുഷ്യ നിലയിൽ. എന്നിട്ട് 19 വയസ്സിൽ നമ്മളതിൻ്റെ ഒരു കരുവായി കഴിയുമ്പോൾ ഈ അറിവുകളൊന്നും ഞാൻ രക്ഷിച്ചിട്ടില്ല. ആശ്രമത്തിന്റെ താഴത്തെ മുറിയിൽ ഇടതുവശത്ത് അങ്ങനെ മുറിയിൽ ഒരു 3 വർഷം ഞാനിങ്ങനെ വെറുതെ ഇരുന്നു. മുറിക്കുള്ളിലെ ഈ പറഞ്ഞ ബൾബ് വീശാൻ പറഞ്ഞാൽ കാരണം ആവശ്യമില്ല. വായിക്കുക എഴുതിയൊക്കെ ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ അതെനിക്ക് ആവശ്യമുള്ള ഒരു കാര്യം എഴുതു കേട്ടോ എന്ന് പറയുന്നത്. പക്ഷെ ഈ 3 വർഷക്കാലം ഞാൻ പറഞ്ഞ കണക്ക് വിറ്റല്ല, അക്ഷാർത്ഥത്തിൽ ബൾബ് വീശാനേ ആകുന്നില്ല. അപ്പോഴാണ് കാര്യമായിട്ട് ശ്രദ്ധിക്കാതെ ഇത്തിരി സെക്കുലർ സ്വഭാവം കൊണ്ട് ഞാൻ ഒഴിവാക്കിയ ഒരു വാക്ക് ഒരു മുഴക്കപ്പറയുടെ ഉള്ളിലേക്ക് വരുന്നത് വിശ്വസിക്കാം. അതിന്റെ മെസ്സേജ് അത് സ്നേഹിതരും കൊട്ടും, ചിലപ്പോൾ തുറക്കും, ചിലപ്പോൾ തുറക്കത്തില്ല. അപ്പോഴാണ് ഞാൻ ബൈബിളിൽ പറഞ്ഞ വാക്കിന്റെ അർത്ഥം മനസ്സിലായത്. അടച്ചിട്ട് അവരുടെ പ്രവേശിക്കുന്നതാണ്. അതിനുശേഷം യേശുവിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: അവര് വാതിലടച്ചിരിക്കുമ്പോൾ അകത്തേക്ക്. നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് തുറന്നാലും തുറന്നു, ആരെങ്കിലും തുറക്കാൻ സഹായിച്ചാലും ഒരു ആൾ പ്രവേശിക്കുന്നു. ആ വാക്ക് ഭയങ്കര മീനിങ് ആയിട്ട് തോന്നുന്നു. അടച്ചിട്ട് പ്രവേശിച്ചു. എല്ലാവരും വാക്ക് പറഞ്ഞ് ഈ ഫോറം സെഷൻ മൈൻഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് മിശിഹായെ വേണം. ഈ കൊള്ളക്കിണറിൽ പെട്ടുപോകാണ് നമ്മുടെ എല്ലാ പ്രതിസന്ധികളും, സ്വഭാവ പ്രത്യേകതകളും. നമുക്ക് പുറത്തിറക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഈ കമ്പയെ കുത്തി ചാടാൻ പറ്റും, മോൾപാട്ട് കളിച്ച് ചാടാൻ പറ്റത്തില്ല. ഈടെ മോളിൽ നിന്നൊരു കല്ല് കിട്ടാൻ പുറത്തിറക്കാൻ പറ്റത്തില്ല. 2-3 ദിവസം ചെലവഴിക്കുമ്പോൾ മിശിഹായുടെ ഇടപെടൽ ആവശ്യമുള്ള ഒരു മേഖലയെ കണ്ടെത്തിയ നല്ലതായിരിക്കും. അത് ദുഃഖമായിരിക്കാം, സന്തോഷം ബാല്യമായിരിക്കാം, ജീവിതത്തിൽ എവിടെയൊക്കെ വെച്ച് ഇങ്ങനെ ചതിക്കപ്പെടുന്നതായിരിക്കാം, കടന്നുപോയൊരു അപമാനമായിരിക്കാം. നിങ്ങളുടെ കഥയിലേക്ക് ആളെ ക്ഷണിക്കുക. പെട്ടെന്നൊരു ദിവസം ഒരാൾക്ക് മനസ്സിലായി ഒരു മിശിഹായെ വേണം. അങ്ങനെ വേദോസ് ഇടപെടിയാണ് എന്ത് ദിവസം എന്നാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഈ മുമ്പോട്ട് പോകുക എന്നുള്ള അസാധ്യമാണ്. അതുകൊണ്ട് എൻ്റെ കൈപ്പിലോട്ടും വെറുപ്പിലോട്ടും അമർഷത്തിലോട്ടും അപമാനത്തിലോട്ടും ഒക്കെ പ്രവേശിക്കണം. വാക്ക് ശ്രദ്ധിക്കണം. എന്നാൽ ഇങ്ങനെ നീട്ടിക്കൊണ്ടില്ല. അത് 3 നിലവിളിയാണ് പറയുന്നത്. പാലത്തിൽ നിന്ന് നിലത്തേക്ക് വീണ് കഴിയുമ്പോൾ കുറച്ച് പേര് തീരത്തിൽ
ഇവിടെ ഇരുന്നുകൊണ്ട് ചീട്ട് കളിക്കുന്നുണ്ട്. ഈ കൈ കഴിഞ്ഞിട്ട് ആള് ചാടി രക്ഷ വെച്ചാൽ പിന്നെ കഥയില്ല. അയാൾ വീഴുമ്പോൾ തന്നെ ഈ രക്ഷകനും ചാടി. എമർജൻസിയുടെ നിലവിലാണ് എന്താ അവസാനം. സന്തോഷം അനുഭവിക്കാനായിട്ട് സഹായിക്കാത്ത എല്ലാ ആളുകളെയും കൂടെ ചെയ്ത കാര്യം എന്താണ്? അവരിങ്ങനെ ഓരോ വസ്ത്രങ്ങൾ പാതകൾക്ക് പിരിച്ചിട്ടെന്ന് പറയും. വസ്ത്രങ്ങൾ വിരിക്കുക എന്ന് പറയുന്നത് ആ ദേശത്തെ പാവപ്പെട്ട മനുഷ്യരുടെ പണയവസ്തു എന്ന് പറയുന്നത് വസ്ത്രമായിരുന്നു. വസ്ത്രത്തിന് വലിയ മൂല്യമുള്ളതുകൊണ്ടല്ല, തണുപ്പുള്ളതുകൊണ്ട് ഈ പണയം വസ്ത്രം അവർ തിരിച്ചെടുക്കും, എടുത്തേ പറ്റും. ഞങ്ങളുടെയൊക്കെ ഈ വശത്തെ റേഷൻ കാർഡ് കൊണ്ടേ പണയം. റേഷൻ കാർഡിന് പ്രത്യേകിച്ച് ഒരു കഥകളും ഈ റേഷൻ കാർഡ് എടുത്ത് കാര്യം മുമ്പോട്ട് പോകത്തില്ല. അപ്പൊ തിരിച്ചെടുക്കുന്ന പണയവസ്തുവാണ്. അതാണ് ഇങ്ങനെ ആളുകൾ വിളിച്ചിട്ടിരിക്കുന്നത്. കാരണം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. പ്ലീസ് ഗെറ്റ് ഇറ്റ് യുവർ സ്റ്റോറീസ്. നമ്മുടെ സ്റ്റോറി വെറുതെ മിസ്സിഹായിരുന്നു. കെസ്റയെ വിളിപ്പിച്ചതാണ് ചോദിക്കുന്നത്, സിമേനെ ഞാൻ ആരാണ്? നീ പറഞ്ഞു, നീയോ നിന്റെ മിസ്സിഹായിരുന്നു. അതിന്റെ സേവ്യർ. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ധൈര്യമായിട്ട് പറയാൻ കഴിയുന്ന ഒരു വാക്കാണ്. ഒരു ആഴ്ച മുമ്പ് മാതൃഭൂമിയുടെ ഒരു ലിറ്റർ ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് നടക്കുന്നു. പോർസക്കറിയ സാറും എനിക്കും കൂടി ഒരു വേദിയുണ്ടായി. ചോദ്യം ഇതാണ്, എന്താ നിങ്ങൾ അതൊന്നും അങ്ങനെ മുമ്പേ അറിഞ്ഞിട്ടില്ല. അത് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അതിന്റെ മെസ്സേജ് അത് യേശു സിമേനോട് കൊടുത്ത 4 അനുഗ്രഹങ്ങൾ വേഗത്തിൽ കണ്ടിട്ട് അനുഗ്രഹമാണ് മിശിഹായ്ക്ക് ശേഷം. ഒന്ന്, സിമേനെ ഈ പള്ളിയാവും. ഒരു മിശിഹ അനുഭവത്തിന് ശേഷം നിങ്ങൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു പവിത്രതയുടെ സ്വഭാവം ഉണ്ടാവും. ഇടപെടലുകൾ, മനുഷ്യരുടെ വ്യാപാരങ്ങൾ, യാതൊരു എല്ലാത്തിനും പവിത്രത ഉണ്ടാവും. യേശു മരിച്ചപ്പോൾ സംഭവിച്ച പ്രധാനപ്പെട്ട മാറ്റം എന്താണ്? ദേവാലയത്തിലെ തിരശ്ശീല നൽകി അതിനപ്പുറമായിരുന്നു ഈ സേക്രട്ട് എന്ന് കരുതിക്കൊണ്ടിരുന്നത്. പക്ഷെ മറ്റപ്പോൾ ആ തിരശ്ശീല പോവുകയാണ്. ഇനി സേക്രട്ട് പ്രൊഫൈൽ എന്ന് പറയുന്ന രീതിയില്ല, എല്ലാം പവിത്രമാണ്. കുഞ്ഞുങ്ങളുമായിട്ട് ആ ഒരു ക്രിയേഷൻ ഇങ്ങനെ പവിത്രമാണ്. നിങ്ങളെ പിടിച്ചിറങ്ങുമ്പോൾ കിടപ്പള്ളിയാണ്, നിങ്ങൾ നയപ്പെടുത്ത് കടല് പള്ളിയാണ്. രണ്ടാമതായിട്ട് അവിടുന്ന് പറഞ്ഞ സിമേനെ നരക കവാടങ്ങൾ നിനക്കെതിരായിട്ട് പുറപ്പെടില്ല. നരക കവാടത്തിന് അർത്ഥം അതോറിറ്റി ഒക്കെ അല്ല. എന്താണ് പറയുന്നത്? സിമ്പിളാണ്, ആബ്സൻസ് ആണ്. ഈ സ്നേഹശ്രീ ജീവിക്കുക, സ്നേഹിക്കാൻ പറ്റാതെ ജീവിക്കുന്ന പറയുന്ന വാക്കാണ് നരകം എന്ന് പറയുന്നത്. വീട് നരകമാണെന്ന് പറയുമ്പോൾ എന്തെങ്കിലും അർത്ഥമാക്കുന്നു. ഈ മിശിഹാന് ശേഷം ഈ സ്നേഹത്തെ നിരക്കാത്ത എല്ലാ കാര്യങ്ങളും പോകും. പഴയ നമ്മൾ വായിച്ചു എടുത്തില്ലേ, കുഞ്ഞാടിന്റെ രക്തം കാട്ടുള്ളപടി വരുമ്പോ ഇങ്ങനെ മനോടി. കട്ടളപ്പടി എന്ന് പറയുന്നത് ക്രോസാണ്. അത് എനിക്ക് മനസ്സിലാവും. ക്രോസാണ് കട്ടളപ്പടി എന്ന് പറയുന്നത്. കുഞ്ഞാടിന്റെ രക്തം നൽകും മനോടി പോകുന്നത്. കുരിശൊക്കെ നെറ്റിയിൽ കുരിശുമുദ്ര പതിഞ്ഞ ഒരാളുടെ ജീവിതത്തിൽ നിന്ന് ജീവന സ്നേഹത്തിൽ നിൽക്കാത്ത എല്ലാ ഭാവനയാകുന്നു. ഭാവനയ്ക്ക് ശുദ്ധിയുണ്ടാകും. പക്ഷെ ഉദയത്തിലെ പാപം പറയുന്നത് എപ്പോഴും ഓർത്തോളണം, ഒരു ക്രിയ ക്രമം തെറ്റിയ ഭാവനയാണ് അല്ലേ? അപ്പൊ ഇതിൽ കൊലബന്ധം എന്താണ്? ചോര പിടിക്കുന്നത്. ഉദയം എന്താ പറയുന്നത്? ഇതിന്റെ ഉള്ളിൽ സഹോദരൻ മോഷണം എന്ന് വിചാരിച്ചാൽ പോലും അതിനെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്താൽ പോലും നീ പ്രവാസിക്കും. ഉദയത്തില് വ്യഭിചാരം എന്ന് പറയുന്നത് കിടക്കണം, ഉദയമനൊക്കെ വേണ്ട. അതിലൊരു മമതയോട് നോക്കിയാൽ തന്നെ വ്യഭിചാരം ചെയ്യുന്നതാണ്. മോൺസിറ്റൊക്കെ ഹർജിലായിട്ട് മാറുമ്പോൾ ഓർത്തോളൂ. അവര് കടൽക്കുക എന്നാ പറയുന്നത്. കാരണം അത് കാണുമ്പോഴതിനകത്ത് കാണുന്നത് നിങ്ങളുടെ പങ്കാളിയാണ്. ഈ ഭാവനകൾക്ക് ശുദ്ധീകരണം ഉണ്ടാവുന്നു.
ശുദ്ധമായ ഭാവന വേണ്ടേ. അതുകൊണ്ടാണ് യേശു ഇങ്ങനെ പത്രോസിന്റെ കൈ കഴുകി വരുമ്പോഴേക്കും അയാൾ അതിന്റെ അർത്ഥം അയാൾക്ക് മനസ്സിലായി. കാരണം അഴുക്ക് പൊടി ആദ്യം തടയുന്നത് പാദത്തിലാണ്. ജീവിതത്തിൽ അഴുക്ക് തൊടാൻ സാധ്യത കടത്തിന്റെ പേരാണെന്നത്. ഉൾപ്പെടുത്തിട്ട് വേണം എന്താ പറഞ്ഞത്, എന്റെ കാലിലത് കുളിപ്പിക്കുക. എന്നുവെച്ചാൽ കാലിടുന്നതിനേക്കാൾ അതിന്റെ ഭാവന ഇടുന്നില്ല. ഭാവനകൾക്ക് ശുദ്ധീകരണമാണ് രണ്ടാമത്. മൂന്നാമതായിട്ട് പറഞ്ഞു സേനെ നിന്റെ കൈകളിൽ സ്വർഗമുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ സ്വർഗം സൃഷ്ടിക്കാനുള്ള കഴിയുന്നത് എപ്പോഴും ശകലം കോൺസെൻട്രേഷൻ വേണ്ട. അതിലേക്ക് എത്താൻ പോകുന്ന പരസഹസ്ര ശിഷ്യന്മാർ അഗ്രഗാമിയാണ് അത്. നമ്മളാണ് എല്ലാവരുടെയും കൈകളിൽ അവരുടെ സ്വർഗത്തെ താക്കത്തോട് നമുക്ക് നമ്മൾ പാർക്കുന്നിടത്ത് ഹെൽത്തിയാക്കാൻ പാടില്ല. നിങ്ങൾക്ക് സമാധാനം കൊടുക്കാൻ പാടില്ല. അതിന് വേറൊരാൾക്ക് അന്വേഷിക്കുന്നത് അതിന്റെ താക്കോൽ കൈകൊള്ളുന്നുണ്ട്. കൃത്യമായി കവിതയും ഓരോരുത്തരുടെയും സ്വർഗത്തിൽ അവർ കൈകൊള്ളുന്നുണ്ട്. സന്തോഷം സമാധാനമൊക്കെ നമ്മുടെ അവകാശമേ. നമ്മൾ ചെറിയ പ്രായത്തിൽ പഠിച്ചിട്ടുള്ള കഥകളൊക്കെ ഇല്ല. എന്താണ് അനന്തരവും സമാധാനത്തിൽ ജീവിച്ചു. ഇപ്പൊ കഥകളൊക്കെ അവസാനിക്കുന്ന അങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾ എത്തിയിരിക്കുന്ന കഥയ്ക്കകത്ത് സന്തോഷവും സമാധാനം ഇല്ലെങ്കിൽ ഓരോന്നും അതിന്റെ അവസാനമില്ല. ഓരോരുത്തരും അവരുടെ കഥയെ ഭംഗിയാക്കണം. നാലാമതായിട്ട് അവിടുന്ന് പറഞ്ഞ് ശമേനെ കിട്ടുന്ന എല്ലാ സ്വപ്നപ്പെടുന്ന അടിക്കുന്ന സ്വപ്നത്തിൽ അടിക്കപ്പെടുന്നു. ഓർമ്മ കാലം പറയില്ല നിന്റെ രാജ്യം വരണം. നിന്റെ രാജ്യം വന്നെന്ന് പറയുന്നത് നീ കാക്ഷിച്ച കാര്യമൊക്കെ എന്റെ കർമ്മമായിട്ട് മാറുന്നു. എന്റെ കർമ്മത്തിനും കാക്ഷിച്ചവയ്ക്കും ഇടയിലുള്ള അകലമില്ലാതെയാകും. അവിടുന്ന് ആഗ്രഹിച്ച കണക്ക് ഒരാൾ ജനിച്ചു തുടങ്ങിക്കൊണ്ടിരിക്കുന്ന വാക്കാണെന്ന്. എത്ര കാലമായിട്ട് പ്രാർത്ഥിക്കുന്നത് നിന്റെ രാജ്യം വരണമേ, നിന്റെ രാജ്യം, നിന്റെ ഹിതം സ്വർഗത്തിൽ നിന്നത് പോലെ ഞങ്ങളുടെ ഭൂമിയിൽ വരലാണ്. എന്റെ ഭൂമി വളച്ചെട്ടിയ മണ്ണൊന്നുമല്ല. Man was created out of the earth. മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചതാണ്. ഇതാണ് ഭൂമി. ഈ ഭൂമിയിലേക്ക് എന്റെ ഭാവനയിലോട്ട് ഇടപെടലേക്ക്, സ്പർശത്തിലേക്ക്, നിലപാടുകളിലേക്ക്, വളഞ്ഞു പോകുന്ന നട്ടലിലേക്ക്, അവിടെ പഴുതുമുള്ള വായിച്ചുകൾക്ക് കുറച്ചുകൊണ്ടിരിക്കുമ്പോൾ മേഘം എന്നവരെ ഒക്കെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ കാണുന്നത് ഈ 30 പേരെയല്ല, 30 മേഘത്തുനിന്നാണ്. അതാണ് ചില മനുഷ്യർ ജീവിക്കുന്നത്. മേഘത്തുകൊണ്ടാണ് ജീവിക്കുന്നത് മനുഷ്യർ. അവർക്ക് എല്ലാവർക്കും ശരിക്കട്ടെ. ചെറുത് ഉൾപ്പെടുന്ന വിശിക ഒന്നാം അവിടെ എനിക്ക് ആരാണ്? ഇവിടെ അലയുന്ന മരപ്പണിക്കാർ നിങ്ങൾക്ക് ആരാണ്? നമാടിക്കാർക്കുണ്ടല്ലോ. അവിടുന്ന് എനിക്ക് ആരാണ്? രണ്ടും നീയോ നീ വിശിഖയാകുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുള്ള മെസ്സേജ് എന്താ ലൈഫിൽ? അല്ലെ, ഓൾ ത്രൂ ലൈഫിൽ ക്രിസ്ത്യാനികളുടെ ക്ഷമയല്ലേ, അല്ല മാപ്പ് കൊടുക്കുക. അതിന്റെ ഏറ്റവും അവസാനങ്ങൾ മാപ്പ് കൊടുത്തായിരുന്നു. ഏറ്റവും അവസാനങ്ങൾ മാപ്പ് കൊടുത്തു ആകരുത്. ചിലപ്പോൾ ഓർത്തെടുക്കാൻ പറ്റത്തില്ല. നമ്മൾ പറയുന്നുണ്ട് അറിവുകൾ രക്ഷിക്കും. ഇത്രയും ഫർഗീവ്നെസ്സിൽ ഇൻഫോംഡ് ആയിട്ടുള്ള വേറൊരു കമ്മ്യൂണിറ്റി കൂടുതൽ കായികമായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കയ്പ് ജീവിക്കുന്ന അത്ര പേരുണ്ട്. അകത്താണല്ലോ നേരത്തെ പറഞ്ഞ കണക്ക് ക്രിയയല്ല പാപം, തെറ്റിയ ഭാവനയാണല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ എപ്പോഴാണ് നിങ്ങൾ അകറ്റ് ചെയ്തത്? നിങ്ങളെ അയാളുടെ പ്രസൻസ് ചേർന്നാവുന്നു, പരമാവധി ഒരു എൻകൗണ്ടർ ഒഴിവാക്കുന്നു, ഇടയാകുന്നു. അത് പെട്ടെന്ന് ഈ മോളിലേക്ക് കയറുമ്പോൾ അത് റൈറ്റായിട്ട് നിങ്ങൾ പെട്ടെന്ന് ഡൗൺ ആവുന്നു. ഇതാണ് അതിന്റെ പേര്. അവിടെ കാര്യമായിട്ട് സംഭവിക്കുന്നില്ല.
ഒരറിവ് ലഭിക്കുന്നില്ല. ദിവസം നടുക്കത്തെ വരി എന്ന് പറയുന്ന സങ്കല്പം ഡിപ്പെൻഡ് ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് എന്റെ സഹായം മനുഷ്യരിൽ നിന്നല്ല. മാനുഷികമായ ഉത്സം എനിക്ക് സഹായം ചെയ്യുന്നില്ല. നിലവിളിക്കുന്നതാണ് ഞങ്ങൾ ഇപ്പോൾ തന്നെ രക്ഷിക്കണമേ. സേവ് us Lord right now. അനുഗ്രഹങ്ങളുടെ 4 പാനപാത്രങ്ങൾ. അനുഗ്രഹങ്ങളുടെ 4 പാത്രങ്ങൾ. പണിയുന്നതെല്ലാം പള്ളിയാവുന്നു, പണിയുന്നതെല്ലാം പള്ളിയാവുന്നു. ശിവനെ ഈ പാറമ ഞാൻ പള്ളി പണി കേട്ട അതിനൊരു പവിത്രത കിട്ടുന്നു. പണിയുന്ന ബ്രാക്കറ്റില് ദേവാലയത്തിലേക്ക് വിശിക്കാം. ഉള്ള ആരെങ്കിലും ഉണ്ടാവുന്നല്ലേ, വെറുതെ അതിന്റെ വലിപ്പം ഒന്ന് അടിച്ചുണ്ടാവും. ദേവാലയത്തിൽ തിരിച്ചുകയുടെ ഒരു സെക്രട്ടറി ടെമ്പിൾ കിട്ടിയോ? ഇരുപത്താറടി നീളമാണ്. തിരശ്ശീല എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരശ്ശീല എന്ന് പറഞ്ഞ കാലത്ത് ഈ സംഭവം എന്ന് പറയാൻ വേണ്ടിയിട്ട ഒരു 80 പേരൊക്കെ എടുത്തിട്ടാണ് അതുകൊണ്ട് കഴുകുന്നത്. ഇത് അത് പറ്റുമല്ലോ എപ്പോഴെങ്കിലും. അത്രയും എന്താണ് ക്യാൻവാസ് ക്യാബിനാണ് എന്ന് പറയുന്നത് ഈ തിരശ്ശീല എന്ന് പറയുന്നത്. അതാണ് കയറിപ്പോകുന്നത്. എങ്ങനെ കയറുന്നത്? മുകളിൽ നിന്ന് താഴോട്ട് കയറിപ്പോയി. ശരിക്കും കാര്യം അങ്ങനെ ഒരു കാര്യം ഞാൻ ഒറ്റ കാരണം മതി ജെറുസലേം യേശുവിലേക്ക് എത്താനായിട്ട്. ഇമ്പോസിബിൾ ആണ്. എന്താണ് ക്രിസ്തുവിൽ ലഭിക്കുന്ന പുതിയ ഭാഷയാണ്. എന്താണ് വർണ്ണത്തില് തിരശ്ശീല കീറിപ്പോയി. അത് ഈ പ്രായോഗിക സംഭവിച്ച കാര്യം പോലും ആവുന്നില്ല, അല്ലെന്ന് നേരത്തായിരിക്കും. പക്ഷെ സംഭവിച്ച കാര്യം എന്താണ്? ഈ പവിത്രതയ്ക്കും പവിത്രമല്ലാത്ത കാര്യങ്ങൾക്കും ഇടയിലുള്ള ബിസിനസ് ഇല്ലാതെ തിരശ്ശീല കീറിപ്പോയതാണ് കേട്ടോ. അത്രയും ഹെവിയാണ്. നരക കപാടങ്ങൾ പ്രബലമില്ല. നരക കപാടങ്ങൾ പ്രബലപ്പെടില്ല. നെറ്റിയിൽ കുരിശുമുദ്ര പതിച്ചൊരാളുടെ ജീവിതത്തിൽ നിന്ന് ജീവനത്തിൽ നിരക്കാത്ത ഭാവനയാകത്തു പോകുന്നു. ജീവൻ രംഗത്തിൽ നിരക്കാത്ത ഭാവനയാകത്തു പോകുന്നു. ഒരു നമുക്കറിയാവുന്ന വീടിനകത്ത് അവർക്ക് ആദ്യത്തെ കുഞ്ഞ് രൂപപ്പെട്ടു. അടുക്കൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, സ്കാൻ കണ്ടിട്ട് പറഞ്ഞു, ഈ കുഞ്ഞ് വലിയ ഡിഫോമിറ്റി ആയിട്ട് കിടക്കാൻ പോകുകയാണ്, ഇതിന് വേണ്ടതാണ് നല്ലത്. ഈ ചെറിയ പെൺകുട്ടി 11 വയസ്സ് പെൺകുട്ടി പറഞ്ഞു, ഞങ്ങളുടെ സ്നേഹത്തിൽ നിന്ന് തളർത്തതല്ലേ ഡോക്ടർ, എന്തും കടത്തി കിട്ടിയാൽ ഞങ്ങളതിനെ അക്സെപ്റ്റ് ചെയ്യും. ഡോക്ടർ പറഞ്ഞു, ഞാൻ എല്ലാവരും ഇരിക്കുന്നതാണ്, കണക്ക് വാശി പിടിച്ച കുറെ പേരെ കണ്ടിട്ടുണ്ട്, പക്ഷെ അവരൊക്കെ കണ്ടിരിക്കുകയാണ്. നോക്കട്ടെ ഡോക്ടറെ. കുട്ടി പറഞ്ഞു, ഇത് സങ്കല്പിച്ചതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടാണ് പറയുന്നത്. 2 പേരിൽ ഒരാൾക്ക് മാറുന്നുണ്ട് കുട്ടിയുടെ അടുത്തുനിന്ന്. എന്നിട്ട് തങ്ങളെടുത്ത തീരുമാനത്തെ കുറിച്ച് അവർക്ക് കേട്ടുന്നില്ല. അതിന് കാരണം നെറ്റിയിലെ കുരിശുമുദ്ര. കുരിശുമുദ്ര വീണാല് ജീവന സ്നേഹത്തിൽ നിരക്കുന്ന ഒന്നും ആയിട്ട് ഞാൻ പറ്റത്തില്ല. സംഭവം
കൈവള്ളി സ്വർഗത്തിന്റെ താക്കോൽ തെളിയുന്നു. ക്രിയേറ്റ് ചെയ്തെടുക്കാൻ അവിടുത്തെ അവരോട് ഒന്ന് സൃഷ്ടിക്കണേ. ഒരു അടിസ്ഥാന സമാധാനമൊക്കെ എന്റെ അവകാശം. അത് അതിനോടുള്ള ഇച്ഛാശക്തി ദൈവം ചിലതിനെ ഒഴിവാക്കി, ചിലതിനെ മറന്നു, ചിലതിനെ വിട്ടുകളഞ്ഞു, അവരുടെ സന്തോഷപ്പെടുത്തി കണ്ടുപിടിക്കും. ഭൂതകാലത്തെ വിട്ടുകളയെന്ന് വളരെ പ്രധാനപ്പെട്ട ഭൂതകാലം അതുമായിട്ട് ഓരോ ദിവസം ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പോയിന്റ് വെച്ച് വിട്ടുകളാണ്. അതിന് സ്വന്തം പിടിക്കാൻ പറ്റില്ലേ? എല്ലാ കഥകളും അവസാനിക്കുന്ന സന്തോഷത്തിന്റെ സമാധാനത്തിന് ജീവിക്കും. ഇപ്പൊ നിങ്ങളെ കഥയ്ക്കകത്ത് സന്തോഷവും സമാധാനത്തിൽ ഉറപ്പുള്ള ദാറ്റ് ഈസ് നോട്ട് ദി എൻഡ് ഓഫ് ദി സ്റ്റോറി. കഥ അവസാനിച്ചിട്ടില്ല. അങ്ങനെ അവസാനിക്കാൻ സ്വർഗത്തിൽ ഉച്ച തൊട്ട് പെരുവിൽ വരെയുള്ള എന്റെ ജീവിതത്തിലേക്ക് അകലം കുറഞ്ഞു വരുന്നു. നിന്റെ രാജ്യം എന്റെ ഭൂമിയെ കീഴ്പ്പെടുത്തുന്നു. നിന്റെ രാജ്യം എന്റെ ഭൂമിയെ കീഴ്പ്പെടുത്തുന്നു. കണ്ടിട്ടുള്ള മേഘം വന്നവരെ പൊതിഞ്ഞു. പഴയ നമ്മൾ വായിച്ചത് മേഘം വന്നവരെ പൊതിഞ്ഞു. ഒരു മേഘം വന്ന് അവരെ പൊതിഞ്ഞു. വൈസ് പ്രസൻസ് ഈ 4 അനുഗ്രഹങ്ങളാണ് ഒരുക്കപ്പെടുത്താൻ കിട്ടിയ ശേഷം നമുക്ക് വേണ്ടി അവിടെ വരുന്ന 4 അനുഗ്രഹങ്ങളുടെ ഭാഗം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ വ്രണിത മേഖലയെ ട്രേസ് ചെയ്താണ് അല്ലേ? നമ്മുടെ ദുർബല മേഖലയെ നമ്മൾ കണ്ടെത്തുന്നത് വേണ്ടത് പ്രാർത്ഥന അല്ലേ? എനിക്ക് ക്ഷമ വേണമെന്ന് അർത്ഥം എന്റെ ദുർബല മേഖല ക്ഷോഭം. അവനവന്റെ ദുർബല മേഖലയെ കണ്ടെത്തുന്ന പരിപാടിയുടെ പേരാണ് പ്രാർത്ഥന. അതിനകത്ത് ശക്തി വേണം, ഒരു ഫോർട്ടിഫൈഡ് ആവണം, നമ്മുടെ ആഗ്രഹമാണെന്ന് പ്രാർത്ഥന പറയുന്നത്. എല്ലാവർക്കും ഒരു വളർന്നിട്ട് എപ്പോഴേക്കും നമ്മൾ വായിച്ചു കേൾക്കുന്നില്ല. ഒരു ശില്പം കണ്ടു, അതിന്റെ ചെയ്യുന്ന മുകളിന്റെ ലോകം കൊണ്ട് ഇങ്ങനെ തോള് വരെയുള്ള ലോകം, അരലോകം, കാലൻ അല്ലെ സംഭവമില്ലേ? പക്ഷെ ഈ പാദം മാത്രം എന്തായിരുന്നു? മണ്ണുകൊണ്ടുണ്ടാക്കിയാണ്, ക്ലേ ഫീറ്റ്. ഈ 30 പേർക്ക് ക്ലേ ഫീറ്റ്. ക്ലേറ്റിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള അഭ്യർത്ഥനയാണ് എന്താ പ്രാർത്ഥന. ഫോർട്ടിഫൈ ചെയ്യും. ദുർബല വിഷമം ഇനിയും എന്ത് ചെയ്യുന്നുണ്ട്? സോർട്ട് ചെയ്യാത്ത ചില പ്രതിസന്ധികളും അവിടേക്ക് ഇറങ്ങി വരുന്ന വിളിക്കുന്ന വാക്കാണ് അവിടേക്ക് വിഷയാവുന്നത്. അത് ട്രേസ് ആണ് വസ്തുക്കളുടെ ക്ലേ പറയുന്നത്. ആ പേരിലൊരു പുസ്തകം വലിയ മനുഷ്യരുടെ ദൗർബല്യങ്ങളെ ഒരു ബുക്കിന്റെ പേരങ്ങനെയാണ്. മൺപാതമുണ്ടല്ല ഒരു പ്രാർത്ഥിക്കാം. അങ്ങോ എന്റെ ഞങ്ങൾ പണിയുന്നതെല്ലാം പള്ളിയാവട്ടെ. ജീവനും സ്നേഹത്തിനും നിരക്കാത്ത അകന്നു പോകട്ടെ. കൂപ്പിയ ഈ കൈകളിൽ സ്വർഗത്തിന്റെ താക്കോൽ തെളിയട്ടെ. പതുക്കെ അവിടുത്തെ ആകാശം ഉച്ചിതൊട്ട് പെരുവിൽ വരെയുള്ള എന്റെ പ്രാണനെ പൊതിഞ്ഞിരിക്കട്ടെ. അവിടുന്ന് എന്റെ വിഷയം